ഹലോ, എൻ്റെ ചാനലിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായി ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടേ നൈറ്റി തുണികളെല്ലാം വന്നതിന് ശേഷം പിന്നെ അത് കൊടുക്കലും പിന്നെ നൈറ്റി തുണിയെല്ലാം കൊണ്ടുപോകുന്നവർ തയ്ച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് തയ്ക്കാനൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് സമയം അങ്ങനെ പോകുന്നുണ്ട്. അന്നേരം എനിക്ക് ശരിക്ക് തയ്ച്ച നൈറ്റികൾ തന്നെ ഞാൻ എല്ലാം ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ സമയം പോയതുകൊണ്ട് സാധാരണ ഇടുന്ന പോലെയൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പുതിയത് വന്ന നൈറ്റി തുണികളാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണം എടുത്തിട്ട് ഇതുപോലെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നല്ല നൈറ്റി മെറ്റീരിയലാണിത്. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിലിരുന്നിട്ടൊരു ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർക്ക് നല്ല ഉപകാരത്തിൽപ്പെടും. ഇതുപോലെയുള്ള നൈറ്റി തുണികൾ മേടിച്ചിട്ട് നമ്മൾ തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ചിലവാകും. അതേപോലെ തന്നെ നല്ല കമ്പനിയുള്ള തുണികളായിരിക്കണം എന്നേ ഉള്ളൂ. നമ്മൾ കയ്യിൽ നിന്ന് അവർ മേടിക്കുമ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ള തുണികളായിരിക്കണം. കളർ പോവുകയോ അതേപോലെ അതിൻ്റെ പ്രിൻ്റുകൾ പോവുകയൊന്നും ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ചാൽ അത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ പിന്നെയും നമ്മളെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നല്ല നൈറ്റി തുണി നോക്കി നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കതിൽ വിജയിക്കാൻ പറ്റും. അതായത് ഈ വർദ്ധമാൻ, രാഹുൽ അങ്ങനെയൊക്കെയുള്ള കമ്പനിയിലുള്ളതുണ്ടല്ലോ, അജ്രക്കിൻ്റെ മെറ്റീരിയലുകൾ, അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ നല്ല തുണികളാണ്. അങ്ങനത്തെ നോക്കി നമ്മൾ നല്ല മെറ്റീരിയൽ തിരഞ്ഞെടുത്തിട്ട് നമ്മളങ്ങനെ ചെയ്താൽ മതി. ഒരു കുഴപ്പമില്ലാതെ കളർ പോവുക എടുക്കുകയൊന്നും ചെയ്യാത്തതാണെങ്കിൽ ആളുകൾ പരാതിയൊന്നും പറയുകയില്ല. അതേപോലെ നമ്മൾ തയ്ച്ചു കൊടുക്കാമെന്ന് പറയുന്നവർക്ക് തയ്ച്ചു കൊടുക്കുകയും ചെയ്യാം. ചിലർ പറയുന്ന മെറ്റീരിയൽ മാത്രം മതി എന്ന് പറയുന്നവർക്ക് അങ്ങനെയും കൊടുക്കുക. നല്ലൊരു ബിസിനസ്സാണ്. നമുക്ക് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ തൊഴിൽ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ഇതാട്ടോ. വീട്ടമ്മമാർക്ക് നല്ലൊരു ഇതാണ്, എങ്ങനെയാലും ചെയ്യാൻ കഴിയും. നല്ലൊരു ബിസിനസ് തന്നെയാണത്. അതുകൊണ്ട് ഞാൻ ആകെ ഒരു 10 പീസൊക്കെ എടുത്തിട്ടാണ് ആദ്യം ഇത് തുടങ്ങിയത്. ഇപ്പോൾ ഒരു 60-70 തുണിയോളം ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ജഗിൻസുകൾ, അതേപോലെ ഷാള്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും വീട്ടിലിരുന്ന് നമുക്ക് ചെറിയൊരു വരുമാനം മാർഗം കണ്ടെത്താൻ പറ്റുന്നവർക്ക് ഏറ്റവും ഉപകാരത്തിൽപ്പെടുന്നൊരു ജോലിയാണിത് കേട്ടോ. അതുകൊണ്ട് നല്ലൊരു ബിസിനസ് തന്നെയാണത്. അതുകൊണ്ട് എനിക്ക് ഈ ബിസിനസ് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഇത് നല്ലൊരു ഇതാണ്. വീട്ടിൽ നിന്നൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരത്തിൽപ്പെടാം എന്നൊരു ഇതാണ്. എന്തായാലും എനിക്ക് മെച്ചപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ആദ്യം ഒരു 10 പീസ് മാത്രം ഞാൻ എടുക്കുള്ളായിരുന്നു. പിന്നെ അത് 25 50 അങ്ങനെ 75 അങ്ങനെ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, വേറെ ഡ്രസ്സുകളൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ ഇറക്കുകയാണെങ്കിൽ അതെല്ലാം ചിലവാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു പരാതി പറയില്ല. അല്ലെങ്കിൽ കളർ പോയി, അല്ലെങ്കിൽ പുള്ളികളൊക്കെ മങ്ങിപ്പോകുന്നുണ്ട്, അങ്ങനെ പറയത്തില്ല. നല്ല ഇതെടുക്കുന്നതെങ്കിൽ നല്ലൊരു ബിസിനസ്സാണ്. പിന്നെ നമ്മൾ തയ്ച്ചു കൊടുക്കാനും കൂടെ നമുക്ക് പറ്റുമെങ്കിൽ ഒന്നും കൂടെ നല്ലതാണത്. അപ്പോൾ അങ്ങനെ നല്ലൊരു ബിസിനസ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ, ഷെയർ ചെയ്യാം കേട്ടോ.